അസ്സലാമലൈക്കും, വെൽക്കം ടു ആർട്ട്നോക്ക്. ഇന്ന് നമുക്കൊരു അടിപൊളി കവർ ചെയ്തൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലോ. ഇത് ആർട്ട്നോക്കിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയാണ്. അതിനായി കയ്യിലുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക. എൻ്റെ അടുത്ത് A4 ഷീറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ന്യൂസ് പ്രിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫോൾഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ പേപ്പർ കട്ട് ചെയ്യേണ്ട മെഷർമെൻറ്റ്സ്. എന്നിട്ട് പേപ്പർ ഒരു സ്കെയിലും നൈഫും കൊണ്ട് നമ്മളിത് മുറിച്ചെടുക്കണം. ഞാനിവിടെ 20 ന്യൂസ് പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിഷ്ടമുള്ള അത്ര പേപ്പേഴ്സ് നിങ്ങൾക്കും എടുക്കാം. ഇനി പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം 4 പീസസ് ഓഫ് പേപ്പേഴ്സ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ പേപ്പേഴ്സൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് ഈ 4 പേപ്പേഴ്സ് എടുത്തിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ പേപ്പേഴ്സ് എല്ലാം ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ബൈൻഡിങ് പ്രോസസ്സിലേക്ക് നടക്കാം. എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തൊരു പേപ്പർ സെറ്റിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൽ സ്കെയിൽ കൊണ്ട് 2, 4, 6, 8, 10, 12, 14 എന്നീ മെഷർമെൻറ്റ്സിൽ ഒരു നൈഫ് കൊണ്ട് നമ്മൾ ഹോളാക്കി കൊടുക്കേണ്ടതാണ്. നൈഫ് കൊണ്ട് ഹോളാകുന്നില്ല, അതുകൊണ്ട് ഞാനൊരു നീഡിലും കൊണ്ട് ഹോളാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ത്രെഡും നീഡിലും എടുത്തിട്ട് ഈ പേപ്പേഴ്സിൻ്റെ ഹോളിലൂടെ നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാം. ബൈൻഡിങ് പ്രോസസ്സ് ഈ വീഡിയോയിലുണ്ട്, അതുപോലെ നിങ്ങളും ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ബൈൻഡിങ് വേണ്ടെങ്കിൽ ഒരു ഗ്ലൂ കൊണ്ട് ഇത് ഒട്ടിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ നോട്ട്ബുക്ക് ബൈൻഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ നമുക്ക് വേണ്ടത്ര സൈസ് മുറിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ബൈൻഡ് ചെയ്ത പാർട്ടിൽ കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക.
എന്നിട്ടൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ നമ്മുടെ കാർഡ്ബോർഡ് ഗ്ലൂ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ടിതാ ഇതേപോലെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സൈഡ്സൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഗ്ലൂ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബുക്ക് കവർ റെഡി. ഇനി നമുക്ക് ബൈൻഡ് ചെയ്തത് അതിലൊട്ടിച്ചു കൊടുക്കാം. അതും ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ ലാസ്റ്റ് പേജിലൊരു എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുത്തോളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുത്തോളൂ. ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നോട്ട്ബുക്ക് റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.